ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ മാത്സ് ഓണം എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു എക്സാം ആയിരുന്നു. ഇപ്പോൾ ബാക്കി കുറേ പേരൊക്കെ ഒരു മോഡറേറ്റ് ആ ഒരു ലെവലിലേക്കാണ് പറഞ്ഞത്. പക്ഷേ മാത്സിൻ്റെ കേസ് ആയതുകൊണ്ട് തന്നെ ഒരു മോഡറേറ്റ് ലെവലിൽ പേപ്പർ വന്നാലും എനിക്കത് ടഫായിട്ടായിരിക്കും ഫീൽ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് മാത്സാണ് അത്യാവശ്യം ടഫ്. പക്ഷേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീക്കായിട്ടുള്ള സബ്ജക്റ്റിലാണ് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ടത്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ നടക്കില്ല എന്നാണ് വാസ്തവം. ഓക്കെ, നമ്മൾ എന്തായാലും നമ്മൾ ക്രിസ്മസ് എക്സാം തകർക്കും, അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്രാവശ്യത്തെ ഓൺ എക്സാം മാത്സ് പേപ്പറിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് എത്ര 5 പാഠമാണ് പഠിക്കാണ്ടായിരുന്നത്. ഒരു കാൽക്കുലസ്, അതായത് കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റിയും, പിന്നെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി, മെട്രിസസ്, ഡിറ്റർമിനൻസ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, ഇതൊക്കെയായിരുന്നു നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ മെട്രിസസും ഡിറ്റർമിനൻസും അത് എല്ലാവരും പഠിക്കുന്ന പോലെ ഞാനും അത്യാവശ്യം നന്നായിട്ട് തന്നെ പഠിച്ചു. അത് ആദ്യത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൂടുതൽ ചെയ്തിരിക്കുന്നതും മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നതും. പിന്നെ ഇൻവേഴ്സിനെ മൊത്തത്തിൽ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം അതൊരു പുതിയൊരു കോൺസെപ്റ്റ് തന്നെയാണ്. പിന്നെ അതിൽ ഈ ഐഡൻറ്റിറ്റീസ് അങ്ങനെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട് തോന്നുന്നു. ഞാനത് പിന്നെ നോക്കിയിട്ട് തന്നെ ഇല്ല. അപ്പോൾ ആ ഒരു പാഠം തന്നെ ഞാൻ സ്കിപ്പ് ചെയ്ത് ചെയ്യാനേ പാടില്ല, കാരണം ഒന്നാമത് 5 പാഠമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, പിന്നെ എനിക്ക് ഈ ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത് +1 അത്യാവശ്യം +1 ട്രിഗ്നോമെട്രി അവസാനമായപ്പോഴത്തേക്ക് പഠിച്ചു. പക്ഷെ എന്നാലും ലാസ്റ്റ് എക്സാമിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ട്രിഗ്നോമെട്രിനോട് അങ്ങനെ ഒരു പ്രത്യേക ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവേഴ്സും അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, പിന്നെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ഞാൻ എജ്യൂപോർട്ടിൻ്റെ ഒരു 1 ഷോട്ട് കണ്ടിട്ട് ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു ആ ഒരു ബേസിക് കാര്യങ്ങളും. പിന്നെ അത്യാവശ്യം ആ ഒരു എല്ലാ കോൺസെപ്റ്റും ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ അറിയായിരുന്നു. എന്നാലും ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു പ്രിപ്പറേഷൻ്റെ കുറവ് തന്നെയാണ് മെയിനായിട്ട് കാരണം. അപ്പോൾ കുറേ പേർക്ക് അത്യാവശ്യം മോഡറേറ്റ് ആയിരിക്കും, കുറേ പേർക്ക് ടഫ് തോന്നിയിട്ടുണ്ടാവും, ചിലവർക്ക് ഈസി ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ പറയാപ്പോൾ ഞാൻ എന്തായാലും നോക്കണില്ല. ഓക്കെ, അപ്പോൾ ഈ 3 മാർക്കിൻ്റെയാണ് ആദ്യം തന്നെ 6 ക്വസ്റ്റ്യൻ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെയും ചെയ്തിട്ടുണ്ട്, മൂന്നാമത്തെയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് ഈ 4ാമത്തെ ക്വസ്റ്റ്യനും ഇൻവേഴ്സ് തന്നെ അത് ചെയ്തില്ല, സ്കിപ്പ് ചെയ്തു. പിന്നെ 5ാമത്തെ ക്വസ്റ്റ്യൻ മെട്രിക്സ് ഡിറ്റർമിനൻസ് എന്നാണ്. പക്ഷെ അതെനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടില്ല സംഭവം എന്താണെന്ന് ഒന്ന്. അപ്പോൾ അതും സ്കിപ്പ് ചെയ്തു. പിന്നെ അതെന്താ എലമെൻറ്റ് തന്നു 2 A അഡ്ജോയിൻ്റ്. പക്ഷെ അതിന് ഒരു ചിലപ്പോൾ വല്ല പ്രോപ്പർട്ടി എന്തെങ്കിലും ഉണ്ടാവും, എനിക്കത് അറിയില്ല, അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്തു. പിന്നെ അടുത്തതും ഇൻവേഴ്സ്. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ഒക്കെ അങ്ങനെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ഒന്നുമല്ല. അത് ഫസ്റ്റത്തെ എടുത്തുകൊണ്ട് തന്നെ അത്യാവശ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഇപ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം ഒരു കുഴപ്പമില്ല, ഒരു മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, അങ്ങനെ ഈസി ആയിട്ടും തോന്നിയിട്ടില്ല. അതിൽ ഒരു പിന്നെ സെറ്റ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, ഇക്വലൻസ് ക്ലാസ് വന്നിട്ട് ഞാൻ 1 2 3 അതാണ് സെറ്റ് ആയിട്ട് എഴുതിയത്. പിന്നെ അതിൻ്റെ റിലേഷൻ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, അത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഈ ഒരു കണ്ടിന്യൂറ്റി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, അതും ഇടയിൽ തെറ്റിയോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇത് x+2 x-2 x² - 4നെ x+2 x-2 എഴുതി, എന്നിട്ട് x-2 x-2 കട്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 2 ഇട്ട് കൊടുക്കണം. അതാണ് സംഭവം ചെയ്യേണ്ടത്. അത് ഫസ്റ്റ് A ക്വസ്റ്റ്യൻ ചെയ്തു. ബി ക്വസ്റ്റ്യൻ എനിക്ക് ഡൗട്ടുണ്ട്, അത് ഞാൻ വേറെ എന്താണ് എഴുതിയത്. പിന്നെ ഇതെഴുതി. പിന്നെ നമ്മൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എത്തി. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഈ ഒരു 9ാമത്തെ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ അതിൽ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എനിക്ക് F = ഇൻവേഴ്സ് ഓഫ് G, അതാണ് ഞാൻ എഴുതിയത് കേട്ടോ. പിന്നെ ഇത് വിട്ടു. 10ാമത്തെ ക്വസ്റ്റ്യൻ വിട്ടിട്ടുണ്ട്. പിന്നെ 11ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തു കേട്ടോ. അതിൽ ഞാൻ 1 വേർഡ് ബി ആണ് ആൻസർ എഴുതിയത്. പിന്നെ അതിൻ്റെ 2 പ്രൂവ് ചെക്കിംഗ് ആണ്, അത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയത്തെ റിലേഷൻസ് എന്നുള്ള ക്വസ്റ്റ്യനാണ്, അത് ഞാൻ 12 B എഴുതി. അതിൻ്റെ അടിയത്തെ നേരെ ചെയ്തിട്ടില്ല. പിന്നെ 13ാമത്തെ അത് നമുക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, അതുകൊണ്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് മെട്രിക്സിൻ്റെ ക്വസ്റ്റ്യനാണ്, അതും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്
ഇത് എനിക്ക് എന്താണ് ക്ലാസ് എടുത്തപ്പോൾ, പക്ഷേ ഇതിൽ 15ാമത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ഒരു ആൻസറും കിട്ടിയിട്ടില്ല. കാരണം എല്ലാം കണ്ടിന്യൂസ് ആണെന്നാണ് തോന്നുന്നത്. കാരണം ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അത് കണ്ടിന്യൂസ് ആവണമല്ലോ. അപ്പോൾ ഇതെന്താ അങ്ങനെ ചോദിച്ചെന്ന് അറിയില്ല. ഞാനത് ഓൾ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ ഓപ്ഷനൊന്നും എഴുതിയിട്ടില്ല. പിന്നെ അതിൻ്റെ അടിയത്ത് കിട്ടിയിട്ടുണ്ട് തോന്നുന്നു, കിട്ടി. അത് നമുക്ക് മറ്റേ dy/dx അത് ഒക്കെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനത്തെ ഒരു ആ ടൈപ്പാണ്, അത് കിട്ടി. പിന്നെ അതിൻ്റെ അടിയത്തെ വിട്ടു. പിന്നെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഇത്തിരിയെങ്കിലും ഒരു കുഴപ്പമില്ല എന്ന് തോന്നിയത്. 6 മാർക്കിൻ്റെ ആ ഒരു ആദ്യത്തെ ക്വസ്റ്റ്യൻ, 17ാമത്തെ ക്വസ്റ്റ്യൻ പിന്നെ സിമ്പിളായിരുന്നു. പിന്നെന്താ 18ാമത്തെയും ഓക്കെ ആയിരുന്നു. 19ൽ ഞാൻ അതിൽ ആ ഒരു ബി ക്വസ്റ്റ്യൻ കോസ് എക്സ് എന്നാണ് വിചാരിച്ചത്. കോസ് മോഡ് എക്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കോസ് എക്സ് എന്ന് മാത്രം വിചാരിച്ചിട്ട് ഓൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ്, അതുകൊണ്ട് അങ്ങനെ എഴുതിയത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ കോസും മോഡും വേറെ വേറെ എടുത്തിട്ട് അതിൻ്റെ എന്താണ് ഇൻ്റർസെക്ഷനൊക്കെ എടുത്തിട്ട് പ്രൂവ് ചെയ്യണം, അഥവാ അത് തെറ്റിയിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ അടിയത്തെയും എന്തോ അതിൻ്റെ അടിയത്തെ ശരിയാവുന്നു, 4/π എന്നാണ് കിട്ടിയത്. പിന്നെ അതിൻ്റെ അടിയത്തെ ഞാൻ ചെയ്യാൻ നോക്കി, പക്ഷേ കിട്ടിയില്ല. അത് ഇത്തിരി മീൻസ് അതിൻ്റെ ആ ഒരു y = അതിൻ്റെ അടിയത്ത് ഓക്കെ ആയിരുന്നു. മറ്റേ എന്താണ് ഇംപ്ലിസിറ്റ് ഫങ്ഷൻ അല്ലേ, അതാണ് തോന്നുന്നു, അതൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മുടെ മാത്സ് എക്സാം. ഇതിപ്പോൾ ഞാൻ എന്താ ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞ് തോന്നിയിട്ടുണ്ടാവും. കാരണം ഞാൻ പലതും ചെയ്തൊക്കെ അത്ര കോൺസെപ്റ്റ് അങ്ങനെ ക്ലിയർ ആവാണ്ടാണ് ചെയ്തത്. മീൻസ് അങ്ങനെ പെർഫെക്റ്റ് ഇതായിട്ടൊന്നും അല്ല ചെയ്തത്. ഇപ്പോൾ ഞാൻ അത്യാവശ്യം എല്ലാം ഒന്ന് ചെയ്ത് പിന്നെ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു പിന്നെ മെയിനായിട്ട് എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയത് ആ ഒരു 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും സെഷനൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് 3 മാർക്കിൻ്റെയൊക്കെയാണ് ഞാൻ ഒന്നും ചെയ്യാത്തത്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് എൻ്റെ മാത്സ് എക്സാം. ഓക്കെ, ഇനി നാളെ ഫിസിക്സ് എക്സാമാണ്. നമുക്ക് 4 ചാപ്റ്ററാണ് ഉള്ളത്. അതും 4ഉം ഒരു ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം ആ ഒരു ഭാഗത്തു നിന്നുള്ളൊരു ചാപ്റ്റേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഫിസിക്സ് എങ്ങനെയാണ് ആ ഒരു സ്റ്റഡി വ്ളോഗ് പോലെ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയുള്ളൂ മാത്സ്. എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.